ഹായ് ഫ്രണ്ട്സ്, പിങ്ക് ബ്ലൂംസിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഡബിൾ ലെയർ സർക്കുലർ സ്ലീവ്സിൻ്റെ ഒരു കട്ടിങ്ങും സ്റ്റിച്ചിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. സ്ലീവ് മാത്രം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു ബ്ലൗസിൻ്റെ കട്ടിങ് ഞാൻ വേറെ ഒരു പാർട്ടായിട്ടാണ് ഞാൻ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ തയ്ച്ചെടുത്തു ഇതിൻ്റെ ഇത്. അപ്പോൾ അതിനുശേഷം നമുക്കൊരു ഇങ്ങനത്തെ സ്ലീവിന് ഒരു 3/4 മീറ്റർ തുണിയെങ്കിലും നമുക്ക് വേണ്ടി വരും. അപ്പോൾ ഈ തുണിയാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. അത് ബ്രൊക്കേഡും കയ്യിന് ഒരു ജോർജറ്റ് മെറ്റീരിയലാണ്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് തയ്ച്ചു കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വേറെ ഒരു വീഡിയോ ഞാൻ ചെയ്യേണ്ട അതിലിടാം കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ ആം ഹോള് എടുക്കുക. അപ്പോൾ 8.5 വരുന്നത്. ഞാൻ 8 എടുക്കണല്ലോ, കാരണം സർക്കുലർ സ്ലീവ്സ് ആകുമ്പോൾ ഒരു ചെരിച്ചിലൊക്കെ വരുമ്പോഴേ അപ്പോൾ ഒരു 1/2 ഇഞ്ച് കുറച്ചെടുത്താൽ മതി. ഞാൻ 8 എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു പീസാണ് കേട്ടോ. സ്ക്വയർ ആയിട്ടുള്ളൊരു പീസ്, നീളവും വീതി ഒരുപോലെ ആയിരിക്കണം. അപ്പോൾ എനിക്ക് 9 ഇഞ്ചിൻ്റെ സ്ലീവാണ് വേണ്ടത്, നീളോട്ട ലെങ്ത്. അപ്പോൾ 18 ഇഞ്ച് എടുക്കണം. എക്സ്ട്രാ നമുക്ക് സർക്കിൾ കിട്ടേണ്ടത് 9 ഇഞ്ചിനാണ്. 18 ഇഞ്ചിൻ്റെ സ്ക്വയർ നമ്മൾ എടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതുപോലെ 2 എണ്ണം വെച്ചിട്ടുണ്ട്. അത് നമുക്ക് 2 സ്ലീവിന് വേണമല്ലോ, ഡബിൾ ലെയർ ആണല്ലോ. അപ്പോൾ 4 എണ്ണം വേണ്ടേ. അപ്പോൾ ഇത് വലിയൊരു സർക്കിൾ ഉണ്ടാക്കാനായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കണ്ടോ. അപ്പോൾ നമ്മളിതിനെ 4ആയിട്ട് ഇതുപോലെ തന്നെ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യാം കേട്ടോ. ഇത് വലിയ സർക്കിൾ വെട്ടാനാണ്. അപ്പോൾ അത് 9 ഇഞ്ച് കണ്ടോ. 4ആയിട്ട് മടക്കുമ്പോൾ ഇതുപോലെ നമുക്ക് 9 ഇഞ്ച് അളന്നെടുക്കുമ്പോൾ 9 ഇഞ്ച് കിട്ടും കണ്ടോ. അപ്പോൾ ചുറ്റോറും നമ്മളിതുപോലെ 9 ഇഞ്ച് അളക്കാം കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ സ്ക്വയർ എത്ര എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 18 ഇഞ്ചിൽ തുണി എടുക്കണം. നീളവും വീതിയും ഒരുപോലെ വരത്തക്ക രീതിയിൽ. അപ്പോൾ ഇതുപോലെ 9 ഇഞ്ചിൽ നമ്മളിതുപോലെ സ്ലീവ് എടുത്ത് ഇതിൻ്റെ സർക്കിൾ തുണി എടുത്ത് വെക്കുക കേട്ടോ. അതിനുശേഷം ഇതുപോലെ വരയ്ക്കുക. എന്നിട്ട് നമ്മൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ വലിയൊരു സർക്കിളിന് വേണ്ടിയിട്ട് 2 കൈയുടെയും, അതായത് അതുകൊണ്ടാണ് 2 പീസ് വെച്ചിരിക്കുന്നത്. ഞാനത് സെപ്പറേറ്റ് ഇത് 2 എണ്ണം വേണമല്ലോ, അതുകൊണ്ടാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതിൻ്റെ സെൻറ്റർ പോയിൻറ്റ് ഇതുപോലെ അടയാളപ്പെടുത്തി വയ്ക്കുക കേട്ടോ. അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഈ വീഡിയോയിൽ കാണുന്ന പോലെ അടയാളപ്പെടുത്തി മാറ്റി വയ്ക്കുക. ഇപ്പോൾ നമുക്ക് ഒരു ചെറിയ സർക്കിൾ ശരിയായി. അതുപോലെ തന്നെ നമുക്ക് വലിയ സർക്കിൾ ശരിയായി. ഇപ്പോൾ ഇത് ചെറിയ സർക്കിളിൻ്റെയാണ്. അപ്പോൾ ഞാനിതുപോലെ ചെറിയ സർക്കിളിൽ എനിക്ക് 14 ആണ് ഞാൻ എടുക്കണം. അപ്പോൾ 7 ഇഞ്ചാണ് കിട്ടുക അതിൻ്റെ പകുതി. 14 ഇഞ്ച് നീളവും 14 ഇഞ്ച് വീതിയുള്ള ഒരു സ്ക്വയർ പീസ് നമ്മൾ എടുക്കുക. എന്നിട്ട് അത് ഇതുപോലെ മടക്കുക. അപ്പോൾ 7 ഇഞ്ചാണ് നമുക്ക് കിട്ടുള്ളൂ അതിൻ്റെ പകുതി കണ്ടോ. അപ്പോൾ ഇതുപോലെ 4ആയിട്ട് മടക്കാം. മറ്റത് നമ്മൾ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത് കണ്ടോ. പക്ഷേ അതിൽ 9 ഇഞ്ച് വരും, ഇതിൽ 7 ഇഞ്ച് കിട്ടുള്ളൂ കണ്ടോ. ഇതുപോലെ 7 ഇഞ്ചിൽ നമ്മളിതുപോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതൊരു സർക്കിളാക്കി കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ മറ്റതിൽ ചെയ്ത പോലെ തന്നെ. അപ്പോൾ നമുക്കൊരു ചെറിയൊരു സർക്കിൾ കിട്ടി. അപ്പോൾ 2 സർക്കിളുകൾ നമുക്ക് സ്വന്തമായല്ലോ. അപ്പോൾ അതിന് നമുക്ക് എന്താ ചെയ്യുക, ഇതിലൊക്കെ 2 വീതം ഉണ്ട് കേട്ടോ. കാരണം 2 കയ്യിന് 2 എണ്ണം വേണ്ടേ. അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് നമ്മൾ അടയാളപ്പെടുത്തണം, ആ ചെറിയ അതിൻ്റെയും. അപ്പോൾ നമ്മളിതുപോലെ അത് ആ 2 സ്ലീവിൻ്റെ ഇതേ കണ്ടോ, ആ ചെറിയ സർക്കിൾ ഇതുപോലെ സെൻറ്ററായിട്ട് അടയാളപ്പെടുത്തി. അതുപോലെ തന്നെ നമ്മുടെ അപ്പുറത്ത് വലിയ സർക്കിളും ഉണ്ട് കേട്ടോ. അപ്പോൾ 2 സർക്കിളുകൾ നമ്മളിതുപോലെ വയ്ക്കാം. 2 എണ്ണത്തിലും 2 എണ്ണം വീതം ഉണ്ട് കേട്ടോ. ഞാൻ കൺഫ്യൂഷനാക്കാൻ വേണ്ടി ചെയ്തതല്ല, എനിക്ക് എളുപ്പത്തിന് വേണ്ടി ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ആ 2ൻ്റെ സെൻറ്റർ നമ്മൾ അടയാളപ്പെടുത്തി വെച്ചു കണ്ടോ. അപ്പോൾ നമുക്ക് ഒരു വലിയ സർക്കിളും കിട്ടി, ഒരു ചെറിയ സർക്കിളും കിട്ടി കണ്ടോ. അത് കാണിച്ചു തരാണ് ഞാൻ. ഇതുപോലെ 2 സർക്കിൾ നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ വലിയ സർക്കിൾ ഉണ്ടാവുമല്ലോ, അത് നമ്മളിതുപോലെ മടക്കി വയ്ക്കട്ടോ. 2 എണ്ണം, 2 വലിയ സർക്കിൾ ഉണ്ടാവില്ലേ, അത് മടക്കി വയ്ക്കുക. അതിനുശേഷം 2 ചെറിയ സർക്കിൾ ഉണ്ടല്ലോ, അതേപോലെ തന്നെ ഹാഫായിട്ട് ഇതുപോലെ മടക്കി വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ മടക്കി വയ്ക്കുക. അതിൻ്റെ സെൻറ്റർ പോയിൻറ്റുകൾ ഒരേ രൂപത്തിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. നമ്മൾ 2ൻ്റെ സെൻറ്റർ പോയിൻ്റ് അടയാളപ്പെടുത്തി ഒരേപോലെ വെച്ചിട്ട് നമ്മളിതുപോലെ പിൻ ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ പിൻ ചെയ്ത് കൊടുത്തു കേട്ടോ. അതിനുശേഷം നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ ആം ഹോൾ അളന്ന് വെച്ചിട്ടുണ്ടല്ലോ, നമ്മൾ നേരത്തെ ഈ സെൻറ്റർ പോയിൻ്റ് വീണ്ടും അടയാളപ്പെടുത്തി ഞാൻ കാണിച്ചു തരാണ് മറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നേരത്തെ ആം ഹോൾ അളന്നത് 8 ഇഞ്ചിലല്ലേ. അപ്പോൾ ആ 8 ഇഞ്ചിൻ്റെ പകുതി എത്രയാണ് എടുക്കുക, 4 ഇഞ്ചാണ് വരിക. പകുതി എടുക്കുക കേട്ടോ നമ്മൾ. അപ്പോൾ 4 ഇഞ്ച് വരും. 4 ഇഞ്ചിൻ്റെ കൂടെ 1 പോയിൻ്റ് വ്യത്യാസം, 1 പോയിൻ്റ് മാത്രം, അധികം ആവാൻ പാടില്ല. അപ്പോൾ നമ്മൾ 1 പോയിൻ്റ് മാത്രം കൂട്ടിയിട്ട് 4 കഴിഞ്ഞ് 1 പോയിൻറ്റിൻ്റെ അവിടെ അടയാളപ്പെടുത്തി കേട്ടോ. അതുപോലെ ആ 1 പോയിൻ്റ് വേണമെന്നില്ല, ഞാനിതിൽ ഇട്ടുവെന്ന് മാത്രം. അപ്പോൾ ഇതുപോലെ. അപ്പോൾ നമ്മൾ 1 പോയിൻ്റ് കിട്ടി. ഇനി അതിൻ്റെ പകുതി എടുക്കുക നമ്മൾ. അപ്പോൾ 2 കിട്ടും, 2ഉം 1 പോയിൻറ്റും കണ്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് 2 ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ 2 എടുത്തു കണ്ടോ. നമുക്ക് 2 ആണല്ലോ, അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് 2 വരുന്നത്. അപ്പോൾ അതേ 2 തന്നെ നമ്മൾ ആ നടുക്കിലെ പോയിന്റിൽ, ഇപ്പോൾ ഈ വീഡിയോയിൽ ചെയ്യണ പോലെ ചെയ്താൽ മതി. അപ്പോൾ അവിടെ 2 ഇഞ്ച് കിട്ടും കേട്ടോ. അതുപോലെ 2 ഇഞ്ചിൻ്റെ നമുക്കൊരു സർക്കിൾ വരയ്ക്കാനുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചാലും മനസ്സിലാവും. കണ്ടോ,
വീഡിയോ ശരിക്കും ശ്രദ്ധിച്ചാൽ മതി കണ്ടോ. ഇതുപോലെ 2 ഇഞ്ചിൽ നമ്മളെല്ലാം അടയാളപ്പെടുത്തിയിടുക. അപ്പോൾ നമുക്കിവിടെ ഒരു സർക്കിളിൻ്റെ ഒരു ഇത് വരുന്നത് കണ്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ചെയ്തത് കേട്ടോ. ഇതുപോലെ അപ്പോൾ നമുക്ക് ഉള്ളിലൊരു ചെറിയൊരു സർക്കിൾ കിട്ടി കണ്ടോ. നമ്മൾ നമ്മുടെ ബ്ലൗസ് കൃത്യമായി ഷേപ്പ് ചെയ്തതിന് മാത്രമേ ഈ അളവെടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോഴാണ് ഇത് ഇതാവുള്ളൂ. കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ആ ഒരു സർക്കിള് നമ്മൾ ഉള്ളിലത്തെ സർക്കിള് വെട്ടിയെടുക്കുക. ഇതിൽ കറക്റ്റ് ഉണ്ടാവുള്ളൂ നമുക്ക് തയ്ക്കാനായിട്ട്. അപ്പോൾ എന്നിട്ട് അതിൻ്റെ ഈ കാണുന്ന ആ ഭാഗത്തെ സെൻറ്റർ പോയിൻ്റില്ലേ കണ്ടോ, അതിൻ്റെ ആ 2 ഭാഗങ്ങളിൽ പോയിൻ്റ് ചെയ്ത് മസ്റ്റായിട്ട് നമ്മൾ ചെയ്യണം കേട്ടോ. അവിടെ എപ്പോഴും നമ്മൾ പോയിൻ്റ് ഇടുക, അത് മറക്കരുത്. അവിടെ എല്ലാത്തിൻ്റെയും ആ ഒരു പോയിൻ്റ് നമ്മൾ കൊടുക്കുക. നമ്മുടെ ഉള്ള സർക്കിളുകളുടെ ആ ഒരു പോയിൻ്റ് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് കൊടുക്കണം എന്ന് പറഞ്ഞത് കണ്ടോ. അപ്പോൾ നമുക്ക് ആ ചെറിയ 2 സർക്കിളിനും കിട്ടി, വലിയ 2 സർക്കിളിൻ്റെ സെൻറ്റർ പോയിൻ്റ് നമ്മളിതുപോലെ അടയാളപ്പെടുത്തി വെച്ചു കേട്ടോ. അടയാളപ്പെടുത്തി അത് വിരിച്ചു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഇനി നമുക്കൊരു സ്ലീവിന് വെക്കണ്ടേ. അതിൽ നിന്ന് ഒരു വലിയ സ്ലീവ് എടുത്തു, ഒരു ചെറിയ സ്ലീവ് എടുത്തു കണ്ടോ. ഇതുപോലെ ഒരു വലിയ സ്ലീവിൻ്റെ മീതെ നമ്മളൊരു ചെറിയ സ്ലീവ് വെച്ചു കണ്ടോ, ഒരു സർക്കിൾ വെച്ചു. ഇതുപോലെ വെച്ചെടുക്കുക. എന്നിട്ട് ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ അടിയിലെ ആ ഒരു പോയിന്റുകളില്ലേ, അത് 2ൻ്റെയും ഒരേ പോയിന്റിൽ വെക്കണം. ആ 2 പോയിന്റുകൾ ഒരുമിച്ച് വരുന്ന അതായത് വലിയ സർക്കിളിൻ്റെയും ചെറിയ സർക്കിളിൻ്റെയും ആ നമ്മളിട്ടിരിക്കുന്ന പോയിന്റ് കണ്ടോ, അത് കണ്ടോ കറക്റ്റായിട്ട് വരണം. ആദ്യം വലിയ സർക്കിൾ വയ്ക്കുക, അതിനുശേഷം ചെറിയ സർക്കിൾ വയ്ക്കുക. ആ പോയിന്റുകൾ കറക്റ്റായിട്ട് വരണം എന്നുള്ളതാണ് കണ്ടോ. ആ 2 പോയിന്റും കറക്റ്റായിട്ട് വരണം, രണ്ട് അംബ്രല്ലയുടെയും. അതാണ് നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പിൻ ചെയ്ത് വയ്ക്കുക, എന്നിട്ട് ഒപ്പം വെച്ചിട്ട് നമ്മളൊന്ന് അതിൻ്റെ 1/2 ഇഞ്ചിൽ കണ്ടോ ഒരേപോലെ തന്നെ വരണം കേട്ടോ. അടിയിലത്തെയും 2ൻ്റെയും നമ്മളൊരു 1/2 ഇഞ്ചിൽ നമ്മളൊന്ന് തയ്ച്ചു കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ 1/2 ഇഞ്ച് വീണ്ടും ഞാൻ അടയാളപ്പെടുത്തി ഇടണം കേട്ടോ. അതിൻ്റെ ഒന്ന് മാഞ്ഞു പോയി, അപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കിയിട്ടാണ് ഒന്ന് തയ്ച്ചു കൊണ്ടുവന്നു കേട്ടോ. ഞാൻ രണ്ടും ഒന്നാക്കി കണ്ടോ, വലിയതിന് മീതെ ചെറുത് വെച്ചു. ഇത് നമ്മൾ എങ്ങനെയാണ് ബ്ലൗസിൽ വെക്കുക നോക്കട്ടോ. അപ്പം നമ്മൾ ഈ ബ്ലൗസിൽ വെക്കുമ്പോൾ നമ്മൾ ആ ഒരു ചെറിയ ഭാഗമില്ലേ, കുറച്ചുള്ള ഭാഗം, ആ ഭാഗം നമ്മുടെ ആ ഒരു എന്താ പറയുക, നമ്മുടെ കൈക്കുഴിയുടെ ഭാഗത്തേക്കാണ് നമ്മൾ വരിക കേട്ടോ. ആ ഒരു പോയിന്റ് അടയാളപ്പെടുത്തി വെച്ചില്ലേ നമ്മൾ, ആ ചെറിയ കുറച്ച് ഭാഗത്തിൻ്റെ അവിടെ, അത് നമ്മുടെ കൈക്കുഴിയുടെ ഭാഗം. അതുപോലെ നമ്മുടെ കൂടുതലുള്ള ഭാഗമില്ലേ, ഇതാ കേട്ടോ, ആ ഒരു സ്ലീവിൻ്റെ കൂടുതലുള്ള ഭാഗത്തെ പോയിന്റ്, അത് നമ്മുടെ ഷോൾഡറിലേക്കും വരും കേട്ടോ. അപ്പം നമ്മൾ എങ്ങനെയാണ് വെക്കണമെന്ന് പറഞ്ഞുതരാം. അതെ, ഇതുപോലെ മറച്ചിടുക കേട്ടോ. അടിഭാഗത്തേക്ക് ഇതുപോലെ മറച്ചിടുക, ഇതുപോലെ എടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു പോയിന്റുകളില്ലേ, ആ പോയിന്റാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ 2 പോയിന്റുകൾ കറക്റ്റായിട്ട് ഇതാ കൂടുതലുള്ള ഭാഗത്ത് നമ്മുടെ മുകളിലേക്ക് വെച്ചു. കുറച്ചുള്ള ഭാഗം നമ്മുടെ കൈക്കുഴിയുടെ ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ ചുറ്റോറും ഇതുപോലെ പിൻ ചെയ്ത് വെച്ച് നമ്മൾ തയ്ച്ചു കൊടുത്താൽ ഇങ്ങനെ കിട്ടും കണ്ടോ. അപ്പോൾ നമ്മുടെ ആ ചെറിയ ഒരു ലെയർ കണ്ടോ, മുകളിലേക്ക് കുറച്ച് കയറി കിടക്കുന്നതും വലിയ ലെയർ താഴേക്കും കണ്ടില്ലേ. നമ്മൾ ചുറ്റോറും സൂചി വെച്ച് കുത്തി ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നതേ, ഇതിൻ്റെ കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് റോൾ ഹെമ്മാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു സ്ലീവ് തന്നെയാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. ഇതുപോലെ കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസിൻ്റെ കട്ടിങ് വീഡിയോ ഞാൻ വേറെ ഇടുന്നുണ്ട് കേട്ടോ. അത് വീഡിയോ ലെങ്ത്തായി പോകും, അതുകൊണ്ടാണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡബിൾ ലെയർ ഒരു സ്ലീവാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് പാർട്ടും ഒക്കെ ഞാൻ ഫിനിഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഹുക്കും മയ്യൊക്കെ വെച്ചിട്ട്. അപ്പോൾ കണ്ടോ, അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈസിയാണ് തയ്ക്കാനായിട്ട്. അപ്പോൾ ഇത് ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.